മേലത്തൂരിലേക്ക് പോകുന്ന വഴിക്ക് സ്വാതി ഈശ്വരനെ വിളിക്കുന്നു. അവൾ ഈശ്വരനോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ദക്ഷിണയുടെ സാമീപ്യം സ്വാതി മനസ്സിലാക്കുന്നു. വിഷമവൃത്തത്തിലാവുന്ന സ്വാതി. ഈ സമയം കാറിലെത്തിയ ദക്ഷകി സ്വാതിയെ അപകടപ്പെടുത്തുന്നു. എന്നിട്ട് സ്വാതിയുടെ ഫോൺ കൈക്കലാക്കുന്നു. സ്വാതിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിൽ വിഷമിക്കുന്ന ഈശ്വർ, രാഹുലും സുന്ദറും ഈശ്വറിനെ ആശ്വസിപ്പിക്കുന്നു. നാഗമടത്ത് തറവാട്ടിൽ താവഴിയായി കിട്ടിയ നാഗത്താലി വൈഷ്ണവിക്ക് കൊടുക്കുന്ന മുത്തശ്ശി. ഇനി തുടർന്ന് കാണുക. തിരുമേനി, സപ്തതി ഒരുക്കത്തെക്കുറിച്ചുള്ള ടെൻഡറിന്റെ കാര്യം അറിയാൻ ആ കരാറുകാരൻ വന്നു പോയിരുന്നു. ഞാൻ തിരുമേനിയെ കണ്ടിട്ട് വിവരം പറയാന്ന് പറഞ്ഞു. ആവശ്യമില്ലാതെ എന്നെ എന്തിനാടോ വലിച്ചഴിക്കുന്നത്? എന്തിനാടോ ആ കാര്യത്തിന് എന്നെ കാണുന്നത്? രേണുവിനോട് പറഞ്ഞാ പോരെ? നടത്തിപ്പിന്റെ ചുമതല അവൾക്കല്ലേ. എന്നാ രേണുവിനോട് തന്നെ പറയാം. ശങ്കുണി, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കരാറുകാരന്റെ ടെൻഡർ മാത്രമല്ല, താല്പര്യം കാണിച്ചു വന്നിട്ടുള്ള എല്ലാ കരാറുകാരുടെയും ടെൻഡറുകൾ പരിശോധിക്കണം. ഏറ്റവും നല്ല ടെൻഡർ നമുക്കെടുക്കാം. ആയിക്കോട്ടെ. നിലവറ ദർശനം കഴിഞ്ഞു. സപ്തതി ഒരുക്കത്തിനുള്ള കാര്യങ്ങളൊക്കെ എന്തായി? അക്കാര്യമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഒരുക്കത്തിന്റെ കാര്യമാണല്ലോ ടെൻഷൻ ഉണ്ടാക്കുന്നത്. ഒരു കുറവും വരാൻ പാടില്ല. എന്നാൽ ദേവീഹിതത്തിനെതിരായി ഒന്നും ചെയ്യാനും പാടില്ല. അക്കാര്യോർത്ത് ആരും ടെൻഷനാവേ വേണ്ട. ഒരുക്കത്തിന് ഒരു കുറവും വരില്ല. ദേവീഹിതത്തിനെതിരായിട്ട് ഒന്നും നടക്കുകയില്ല. ആ വിധത്തിലാ സപ്തതി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയത്. രേണുകയുള്ളപ്പോ നമ്മൾ അതൊന്നും ഓർത്ത് തല പൊകിക്കേണ്ട കാര്യമില്ലേട്ടാ. എല്ലാം ഇവള് തന്നെ നടത്തും. വിഡ്ഢികൾ! നാഗമടത്തമ്മയുടെ സപ്തതി ആഘോഷം നടക്കുമെന്നാണ് ഇവരെല്ലാം കണക്കുകൂട്ടുന്നത്. നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. സപ്തതിയെ പറ്റിയാണോ സംസാരിക്കുന്നത്? നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു രേണുവിടത്തി. അക്കാര്യം തന്നെയാ മോളെ ഞങ്ങളിപ്പൊ പറഞ്ഞോണ്ടിരിക്കണത്. ദക്ഷിണയ്ക്കും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കുട്ടി ഈ ഇല്ലത്തിന് താഴ്വഴിപ്പെട്ട ആളല്ലേ. സപ്തതിക്ക് മുൻപായി ഒരു പ്രശ്നം നോക്കുന്നത് നന്നായിരിക്കും. പ്രശ്നവിധിയെല്ലാം നടത്തിക്കഴിഞ്ഞതാണല്ലോ. സപ്തതിയുടെ തീയതി മുഹൂർത്തവും കുറിച്ചു കിട്ടുകയും ചെയ്തല്ലോ. പിന്നെ വീണ്ടും ഒരു പ്രശ്നവിധി നോക്കേണ്ട കാര്യമില്ല. എന്നാലും എന്തെങ്കിലും മുടക്കമോ തടസ്സമോ വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണ്ടേ രേണുവെടുത്തി? മോക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? അത് പിന്നെ ഇവിടെ ഈയിടെയായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കല്ലേ. ചില ദുർനിമിത്തങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ മുത്തശ്ശി. ദക്ഷിണ പറയുന്നത് ശരിയാ. അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് നോക്കാം, അല്ലേ രേണു? വേണമെങ്കിൽ അങ്ങനെ നോക്കാം മുത്തശ്ശ. കുട്ടിയുടെ കഴുത്തിലെ ഈ അടയാളം ഇതുവരെ മാറിയിട്ടില്ലേ? അത് ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങനെയുള്ള അടയാളങ്ങൾ വെച്ചോണ്ടിരുന്നത് ശരിയല്ല. ഒരു ഡോക്ടറെ കാണിക്കണം. നമ്മുടെ ഡോക്ടർ ദേവനാരായണനെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞതാ. ദക്ഷിണയ്ക്ക് എന്തോ താല്പര്യമില്ല. ഡോക്ടറെ ഒന്ന് കാണിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ലല്ലോ. ഡോക്ടറെ കാണിക്കുന്ന തന്നെയാ നല്ലത്. അതിന്റെ ആവശ്യമില്ലേ മുത്തശ്ശി, ഇത് താനേ മാറിക്കോളും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടറെ കാണിക്കണം, എന്നാലല്ലേ എന്താണെന്ന് അറിയുള്ളൂ. ദക്ഷിണേ, ഡോക്ടറെ കാണുന്നതിന് നിനക്കെന്താ ബുദ്ധിമുട്ട്? ഇനി ഇത് വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് ഡോക്ടറെ കാണിക്കാം. അതെ, രേണുക പറഞ്ഞതാണ് ശരി. അങ്ങനെ ചെയ്യാം. ഈ അടയാളം ഇപ്പോൾ പ്രത്യക്ഷമായത് എനിക്കും വിനയായിരിക്കുകയാണല്ലോ. നാളെ ഈ അടയാളം ഏതെങ്കിലും വൈദ്യന്മാർ കണ്ടുപിടിച്ച് സംശയം പ്രകടിപ്പിച്ചാൽ അതെനിക്ക് കുഴപ്പമാകും. അതുകൊണ്ട് അടുത്ത ദിവസം ഞാൻ അവർക്കൊപ്പം പോകില്ല. പക്ഷേ ഈ അടയാളം എങ്ങനെ മാറും? ആ അടയാളം മാറുന്നതിന് നിന്നിലുണ്ടായിരിക്കുന്ന ഉഗ്രവിഷം പുറത്തു കളയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നീ എന്തിനാണ് മനുഷ്യ സ്ത്രീയായി ഈ കുലത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് മറന്നു പോകുന്നത് എന്തിന്? ഇല്ല, ഞാനൊന്നും മറന്നിട്ടില്ല. ഈ കുലത്തെ ഉന്മൂലനം ചെയ്യാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്കിൽ അതിന് തുടക്കമിടുവാനുള്ള അവസരമാണ് നിനക്ക് കൈവന്നിരിക്കുന്നത്. പൂജാരിണിയില്ലാത്ത നാഗമടത്ത് കാവലെ നിന്റെ ലക്ഷ്യം. അടുത്ത പൂജാരിണി ഇനി ഉണ്ടാവരുത്.
അതിനുവേണ്ടി പരിശ്രമിക്കാതെ നീ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതയായാൽ നിന്റെ ഒളിച്ചുകളി മറ്റുള്ളവർക്ക് ദൃശ്യമാകും. നീ ആരാണെന്ന സത്യം മറ്റുള്ളവർ തിരിച്ചറിയും. അങ്ങനെ സംഭവിച്ചാൽ അവർ നാഗദേവിയെ പ്രാർത്ഥന ചെയ്ത് വിളിച്ചുണർത്തും. നാഗദേവി ഉണർന്ന് ശ്രീകോവിൽ വിട്ട് വന്നാൽ നീ ചാരമാകും. അതുകൊണ്ട് നീ ഉചിതമായി ചിന്തിക്കൂ, അങ്ങനെ തന്നെ പ്രവർത്തിക്കൂ. ഈ അടയാളം മാറണം. ഇത് നിലനിൽക്കുന്നത് എനിക്ക് അപകടമാണ്. ഇത് മാറുന്നതോടൊപ്പം എന്റെ ലക്ഷ്യങ്ങളും നടക്കണം. എന്റെ ഇരയെ കാവിലെത്തിക്കണം. അതാണ് ചെയ്യേണ്ടത്. വൈകുന്ന ഓരോ നിമിഷവും നിർണായകമാണ്. എത്രയും വേഗം വന്ന കാര്യം നിറവേറ്റി പോയേ തീരൂ. ഈ ഇല്ലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഇവിടത്തെ കൊച്ചു കുഞ്ഞിന്റെ പോലും നാശം സർവനാശമായിരിക്കും. അത് മാത്രമാണ് ദക്ഷകിയുടെ ആഗമനോദ്ദേശം. അത് നിറവേറ്റണമെന്നുണ്ടെങ്കിൽ പടിയേറ്റ് നടക്കരുത്. പുതിയ പൂജാരിണിയായി വൈഷ്ണവി സ്ഥാനമേൽക്കരുത്. അത് തടയാൻ അവൾ ഇല്ലാതാവണം. ഏത് വിധത്തിലും ഇവളെ കാവിലെത്തിക്കണം. നാഗമടത്തുകാരെ കാത്തുരക്ഷിക്കുന്ന ശിവനാഗങ്ങളെ നേരിടാൻ ദക്ഷകിക്ക് കാവ് തന്നെയാണ് ഉചിതമായ സ്ഥലം. അതെന്താ, പ്രസാദം വേണ്ടേ? ദർശനത്തിന് പോവാൻ നിൽക്കല്ലേ ഞാൻ. അവിടുന്ന് പ്രസാദം കിട്ടുമല്ലോ. ക്ഷേത്ര നടക്കിൽ വെച്ച് തൊടുന്നതാണല്ലോ നല്ലത്. ദക്ഷിണ പോവെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിച്ചേനെ, ഒരുമിച്ച് പോവായിരുന്നല്ലോ. അതിനെന്താ, ദർശന സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും വൈഷ്ണവിയും കൂടെ കൂട്ടി കാവിലേക്ക് പോവാൻ നോക്കി നിൽക്കായിരുന്നു. കാവിലേക്കോ? അവിടേക്ക് പ്രവേശനം തടഞ്ഞിരിക്കുകയല്ലേ. കാവിലേക്ക് പോവാതെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്ക്. പോരാ, ഞാനൊരു വഴിപാട് നേർന്നു. എന്തു വന്നാലും കാവിലെത്തി തൊഴുതോളാന്ന്. എന്താ ദക്ഷിണ ഇത്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാനാണോ ഭാവം? വേണ്ട, മുത്തശ്ശിയും രേണുവടുത്തിയൊക്കെ അറിഞ്ഞാ. അറിയില്ല, ഇവിടുത്തെ കല്യാണിയെ പോലും കൂട്ടിന് വിളിക്കാത്തത് അതുകൊണ്ടാ. പക്ഷേ വൈഷ്ണവി ആവുമ്പോ ഒരാളും അറിയില്ല. പിന്നെ വൈഷ്ണവിയുടെ കൂട്ടുകാരിക്ക് വേണ്ടിയല്ലേ വഴിപാട് നേർന്നത്, സ്വാതിക്ക് വേണ്ടി. അങ്ങനെ വച്ചു നോക്കുമ്പോ എനിക്ക് തുണയ്ക്ക് വൈഷ്ണവി തന്നെ വരണം. ഇല്ല, ഞാൻ വരില്ല. എന്തെങ്കിലും ശക്തമായ കാരണമില്ലാതെ അവിടേക്ക് പോവരുതെന്ന് മുത്തശ്ശി പറയില്ല. അയ്യേ, ഈ ഇല്ലത്തെ കുട്ടിക്ക് ഇത്ര പേടിയോ? എന്തിനാ പേടിക്കുന്നേ? ഇല്ലത്തെ ഓരോരുത്തരെയും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ കുലദൈവങ്ങളായ ശിവനാഗങ്ങൾ കാവലുണ്ടല്ലോ. വരണോ എന്റെ കൂടെ? പ്രാർത്ഥിക്കാൻ മാത്രമല്ല എനിക്ക് വേണ്ടത്, വൈഷ്ണവി ഒന്ന് തനിച്ച് കിട്ടുകയും ചെയ്യൂല്ലോ. ഒരുപാട് എനിക്ക് പറയാനുണ്ട്, പല വിശേഷങ്ങളും. ഇപ്പൊ ചെയ്യാ? ഈ ദക്ഷിണയുടെ ഒരു ദുർവാശി. പോകരുതെന്ന് മുത്തശ്ശി പറഞ്ഞിടത്തേക്ക് എങ്ങനെ ഇപ്പൊ പോവാ? പോയാ ഇവിടെയുള്ള ആരെങ്കിലും അറിഞ്ഞാ നല്ല വഴക്ക് കേക്കും. പോവാതിരുന്നാ ദക്ഷിണ പിണങ്ങുകയും ചെയ്യും. മാത്രമല്ല, കാവില് വെച്ച് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൾക്ക് വല്ല സംശയമുണ്ടോ? ഷേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ നാഗദേവി. വൈഷ്ണവി, ക്ഷേത്രത്തിൽ പോയി വന്ന ആള് ഇവിടെ തന്നെ കുറ്റിയടിച്ച പോലങ്ങ് നിപ്പാണോ? ചെല്ല്, കഴിക്കാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തി, ഞാനിപ്പോ കഴിക്കുന്നില്ല. ഒരിടം വരെ പോവാനുണ്ട്, വന്നിട്ട് കഴിച്ചോളാം. എവിടേക്ക്? അത്
പടിയേറ്റ് കഴിയുന്നവരെ ക്ഷേത്രദർശനം മാത്രമേ ഈ ഇല്ലത്തെ പെൺകുട്ടികൾക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന കാര്യം അറിയാഞ്ഞിട്ടാണോ അതോ മറന്നതാണോ? അതുമല്ലെങ്കിൽ ലംഘിക്കാൻ തീരുമാനിച്ചോ? കാവില് പോലും പോവാനാവാത്ത സമയത്ത് എവിടേക്കാ സർക്കിട്ട്? കാവിലേക്കാണ് രേണുടുത്തി. ഒറ്റയ്ക്കല്ല, എന്റെ കൂടെയാ. ഞാനൊരു വഴിപാട് നേർന്നിരുന്നു ആ സ്വാതിക്ക് വേണ്ടി. സ്വാതിയുടെ കാര്യമായതുകൊണ്ട് വൈഷ്ണവി വരുമെന്ന് എനിക്കറിയായിരുന്നു. ഒറ്റയ്ക്ക് പോവാൻ എനിക്കൊരു പേടി. ദക്ഷിണേ, ഈ ഇല്ലത്തെ താവഴിപ്പെട്ട കുട്ടി തന്നെയല്ലേ നീയും? പടിയേറ്റ് നടക്കും വരെ അവിടെ പ്രവേശനമില്ല. അത് നിനക്കും ബാധകമാ. ഒരു പ്രാവശ്യം ഒന്ന് പോയിന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല രേണുടുത്തി. ആകാശം ഇടിഞ്ഞു വീണെന്ന് വെച്ചാ അത് സഹിക്കും. പക്ഷേ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആചാരങ്ങൾ ലംഘിക്കാൻ അനുവദിക്കില്ല. വൈഷ്ണവി, മുത്തശ്ശിയോട് ഇവിടെയുള്ളവരോടും വിവരം പറയണോ ഞാൻ? വേണ്ട, പോകുന്നില്ല ഞാൻ. പോരെ. ശിവനാഗം വീണ്ടും വഴിമുടക്കി. ഇനി എന്താ മാർഗം? ഈ വിഷമൊന്നില്ലാതാക്കാൻ. ശിവനാഗമേ, നീയാണ് ദക്ഷകിക്ക് വഴിമുടക്കുന്നത്. കാലാകാലത്തോളം കരുതി വച്ച വിഷം കാളകൂട വിഷത്തെക്കാളും വീര്യമുള്ളതാണ്. എന്റെ ശത്രുക്കൾക്കായി ഞാൻ കരുതി വച്ചത്. ആ വിഷം ശത്രുവിന്റെ ദേഹത്ത് കൊത്തിയിറക്കാൻ എനിക്ക് വിഘ്നം സൃഷ്ടിക്കുന്ന നീ മാത്രമാണ് ശിവനാഗമേ. വഴിമാറ്. ഇനിയെങ്കിലും ദക്ഷകിക്ക് മുന്നിൽ നിന്ന് വഴിമാറ്. ഇനിയും ഈ വിഷയടയാളം പേര് നാഗമടുത്ത മനയിൽ ദക്ഷകി കാത്തു നിന്നാൽ അവരറിയും ദക്ഷകിയെ. കേവലം ഒരു നാഗമരണം കൊണ്ട് നാഗമടുത്തുകാരുടെ സ്വസ്ഥത തകർക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് സംശയത്തിന് ഇട നൽകാതെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഇനി വൈകിക്കൂടാ. മതി, ഇത് തന്നെയാണ് ഉചിതം. കൊടും വിഷം കൊണ്ടല്ലേ ഇനി ദക്ഷകി ശത്രുവിനെ നിഗ്രഹിക്കുന്നത്. പുറത്ത് കുമിഞ്ഞുകൂടിയ വിഷത്തെക്കാൾ എത്ര മടങ്ങാണ് ദക്ഷകിയുടെ ഉള്ളിൽ അടങ്ങാത്ത പകയുടെ കൊടും വിഷം. നാഗമടത്തുകാരുടെ ഉള്ളിൽ ഇഞ്ചിഞ്ചായി ദക്ഷകി കൊടും വിഷം കുത്തിവയ്ക്കും. ഒരേ മനസ്സോടെ പടിയേറ്റിന് ഉത്സാഹം കാട്ടുന്നവർ തമ്മിൽ കലഹിക്കും. സ്വയം തല്ലിച്ചാകും, കുലം മുടിയും. ഇനിയൊരു പൂജാരിണി ഉണ്ടാവില്ല ഇവിടെ. ശിവനാഗങ്ങളെ, നേരങ്ങളിൽ 100 പാലും തരാൻ അവശേഷിക്കില്ലിനി. നാഗമടത്തൊരാൾ പോലും. പോകേണ്ടി വരും നിങ്ങൾ തിരിച്ചു നാഗലോകത്തേക്ക്. ഇനി ഒരിക്കലും ഭൂമിയിൽ മനുഷ്യരുടെ ഉപചാരങ്ങൾക്ക് അവസരമില്ലാതെ നാഗലോകത്ത് കഴിയാം നിങ്ങൾക്ക്. പിന്നെ ഈ കാവും പരിസരവും ദക്ഷകിയുടെ മാത്രം സാമ്രാജ്യമാണ്. അടയാളം മാറിയിരിക്കുന്നു.
ഇനി ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ടാവില്ലല്ലോ. ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിലും ഇപ്പോൾ സ്വയരക്ഷയാണ് പ്രധാനം. ഇനി വളരെ സൂക്ഷിച്ചു വേണം നാഗമടത്തുകാരെ നേരിടാൻ. ദക്ഷിണേ, എന്താ രേണുവെടുത്തി? നീ ഇതുവരെ റെഡിയായില്ലേ? ഡോക്ടറെ കാണാൻ പോണ്ടേ? അത് മുത്തശ്ശി പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നീ വേഗം റെഡിയാവ്, നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. രേണുവെടുത്തി, എന്റെ കഴുത്തിലുണ്ടായ അടയാളം കാണിക്കാനല്ലേ നമ്മൾ പോകുന്നത്? അത് മാറി. ഇപ്പൊ അടയാളം കാണാനില്ല. ദാ നോക്കൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഒറ്റ ദിവസം കൊണ്ട് ആ മുറിവിന്റെ അടയാളം എങ്ങനെ മാറി? അതൊക്കെ മാറി. ഞാനൊരു പുതിയ മരുന്ന് പുരട്ടി നോക്കി. രാവിലെ നോക്കിയപ്പോ അടയാളം കാണാനേ ഇല്ല. എന്നാലും ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ മാറി? അതും അങ്ങനെ ഒരു അടയാളം? രേണുവെടുത്തി, ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല ഇത്. ആ അടയാളം വന്നപ്പോ മുതൽ ഞാൻ ഈ മരുന്ന് പുരട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ മാറിയതാ. ഇനിയിപ്പോ പോണോ രേണുവെടുത്തി? പോകേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അടയാളം മാറിയെങ്കിൽ പിന്നെ ഡോക്ടറെ കാണാൻ പോണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ എനിക്ക് ക്ഷേത്രത്തിൽ തൊഴാൻ പോണം. എന്നാ ഞാൻ പോട്ടെ. എന്നാലും ഏത് മരുന്ന് പുരട്ടിയിട്ടായിരിക്കും ഇത്ര പെട്ടെന്ന് മാറിയത്? ആ മരുന്ന് ഏതാണെന്ന് അറിയണല്ലോ. ഇവൾക്ക് ഇങ്ങനൊരു ഫോൺ ഉണ്ടായിരുന്നു. പക്ഷെ ഇവള് ഫോൺ ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇത് ഏത് ഫോൺ? ഈ ഫോൺ മറ്റാരുടെയോ കയ്യിലിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. വൈഷ്ണവിയുടേതാണോ? ഇത് സ്വാതിയുടെ ഫോണല്ലേ? ഈശ്വര, സ്വാതിയുടെ ഫോൺ കിട്ടാതെ അവളുടെ ഫ്രണ്ട്സ് ആകെ വിഷമിച്ചിരിക്കുവാണല്ലോ. അവളുടെ ഫോൺ ഇവിടെയും. ഇതെങ്ങനെ ദക്ഷിണയുടെ അലമാരയിൽ വന്നു? രേണുവെടുത്തി, രേണുവെടുത്തി. ദക്ഷിണേ, ഇത് സ്വാതിയുടെ ഫോണല്ലേ? ഇതെങ്ങനെ നിന്റെ കയ്യിലെത്തി? സ്വാതിയുടെയാണോ? എനിക്കറിയില്ലായിരുന്നു. ഇതെങ്ങനെ നിനക്ക് കിട്ടിയെന്നാ ചോദിച്ചേ. എനിക്കിത് വഴിന്നാ. ആരുടെയെന്ന് അറിയാത്തോണ്ട് ഇവിടെ സൂക്ഷിച്ചതാ. ഇത് ആരും ഇവിടെ അന്വേഷിക്കുന്ന കണ്ടില്ലല്ലോ. ഇവിടെ നിന്ന് എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാ അത് ഇവിടുത്തെ മുത്തശ്ശനെ ഏൽപ്പിക്കേണ്ടതല്ലേ? നീ എന്താ അത് ചെയ്യാതിരുന്നത്? മുത്തശ്ശിനെ അത് ഏൽപ്പിക്കാനിരുന്നതാ. ഞാൻ മറന്നുപോയി. ഇനിയിപ്പോ ഇത് സ്വാതിയുടെ ആണെങ്കിൽ സ്വാതിക്ക് കൊടുത്തോളൂ. ഡാ, സ്വാതിയെ പറ്റി ഇപ്പോഴും ഒരറിവില്ലല്ലോ. എടാ, അതിന് ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് അല്ലേ? അവൾ ഇന്നലെ തന്നെ മേലത്തൂർ എത്തേണ്ടതല്ലേ? അവിടെ എത്തിയ ഉടൻ വിളിക്കാന്നും പറഞ്ഞു. പിന്നെന്താ വിളിക്കാത്തെ? മേലത്തൂർ എന്തായാലും എത്തിയിട്ടുണ്ടാവും. വിളിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാത്തത്. ഇടയ്ക്ക് 1-2 വട്ടം റിങ് ചെയ്തല്ലേ, പിന്നെന്ത് പറ്റി? അപ്പോ ഈ ഫോൺ ഏതാ? ഇത് സ്വാതിയുടെ ഫോണല്ലേ? അതെ, ഇത് അവളുടെ ഫോൺ തന്നെയാണ്. ഇതെങ്ങനെ രേണുവെടുത്തിക്ക് കിട്ടി? ഇത് എനിക്കല്ല കിട്ടിയത്, ദക്ഷിണയ്ക്ക് ഇവിടുത്തെ വഴി കടന്ന് കിട്ടിയതാ. അവൾ ഈ ഫോൺ ആരുടെയാണെന്ന് അറിയാതെ സൂക്ഷിച്ചു വെച്ചു. ഞാനിത് സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാ സ്വാതിയുടേതാണെന്ന് മനസ്സിലായത്. അല്ല, ഈ ഫോൺ... ഈശ്വരൻ, എടാ, സ്വാതി ഈ ഫോൺ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ അവള് നിന്നെ വിളിച്ച് ഏത് ഫോണിന്നാ? വൈഷ്ണവി, സ്വാതിക്ക് വേറെ ഫോണുണ്ടോ? 2 ഫോൺ അവൾക്കുണ്ട്. ഇത് കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് മറ്റേ ഫോണിൽ നിന്നായിരിക്കും ഈശ്വരനെ വിളിച്ചത്. ഈശ്വർ, നീ അവളെ ഈ നമ്പറിലേക്കാണോ വിളിച്ചത്? ഞാൻ അവളുടെ 2 നമ്പറിൽ മാറി മാറി വിളിച്ചതാടാ. പക്ഷേ
റിങ് ചെയ്തതിനു ശേഷം സ്വിച്ച് ഓഫ് ആയത് ഈ നമ്പറാടാ. സ്വാതിക്ക് 2 ഫോൺ ഉണ്ടെങ്കിൽ ഒരെണ്ണം കൈ തന്നെ ഉണ്ടാവില്ലേ? പിന്നെന്താ അവളെ വിളിക്കാത്തത്? അത് അറിയാൻ കഴിയാത്തത്. അവൾ എന്തായിരിക്കും വിളിക്കാത്തത്? എടാ സ്വാതി മേലത്തൂർ പോയിട്ട് അവിടുന്ന് അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? എന്ത്? സ്വാതി എവിടെ പോയെന്നാ സുന്ദർ പറഞ്ഞത്? അല്ല രേണുവടുത്തി. വൈഷ്ണവി, സ്വാതി എവിടെയാ പോയത്? അവൾ മേലത്തൂരാണോ പോയത്? രേണുവെടുത്തി, സ്വാതിക്ക് ദക്ഷിണയെ കുറിച്ച് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ട്. അവള് മേലത്തൂരിലത്തെ ആണോന്ന് പോലും സ്വാതി സംശയിക്കുന്നുണ്ട്. അതെ രേണുവടുത്തി, അത് അന്വേഷിക്കാൻ അവള് പോയത്. ഞാൻ പോണ്ടെന്ന് പറഞ്ഞതാ. സ്വാതി എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? അവൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ മുത്തശ്ശനോട് മുത്തശ്ശിയോട് പറയണം. അല്ലാതെ അവളെ നേരിട്ട് അന്വേഷിക്കാൻ പോവാണോ വേണ്ടത്? വൈഷ്ണവി, നീ എന്നോട് പറഞ്ഞത് കളവായിരുന്നല്ലേ? അത് രേണുവെടുത്തി, എങ്കിലവളുടെ വീട്ടിലേക്ക് വിളിച്ചു വെച്ചാലോ? അതെന്തായാലും വേണ്ട. ആ കുട്ടി വീട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ വീട്ടുകാർ വിഷമിക്കില്ലേ? എന്താപ്പ ചെയ്യാ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. രേണുവടുത്തി, അവൾ ഇന്ന് തന്നെ തിരിച്ചെത്തും. സ്വാതി തനിച്ചല്ലേ പോയത്? മേലത്തൂരേക്കാണ് പോയതെങ്കിൽ അവൾ അവിടെ എത്തിയോ ഇല്ലയോ ഒന്നും നിശ്ചയമില്ല. നിങ്ങൾക്ക് പോലും ഒരു ഉറപ്പില്ല. അവളൊന്ന് വിളിക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റണ്ടേ? അവള് മേലത്തൂരെത്തിയോന്നൊന്ന് അറിഞ്ഞാ മതിയായിരുന്നു. എന്താ വേണ്ടത് ഞാൻ മുത്തശ്ശനായിട്ട് ആലോചിക്കട്ടെ. അളിയാ, സ്വാതി മേലത്തൂർ എത്തിയോന്നറിയാൻ ഒരു വഴിയുണ്ട്. മേലത്തൂരില്ലത്തെ ഫോൺ നമ്പർ ദക്ഷിണയുടെ കയ്യിലുണ്ടല്ലോ. നമുക്ക് ദക്ഷിണയെ കൊണ്ട് മേലത്തൂരേക്ക് വിളിപ്പിക്കാം.